നമസ്കാരം. കണക്കുകൂട്ടലിൽ ആർക്കാണ് മേൽക്കൈ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേരളത്തിൽ UDF തരംഗം ഉണ്ടായിരിക്കുന്നു. ഇതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. കണക്കുകളുടെ മേൽ കണക്കുകൾ വെച്ച് കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന സൂചന ഇതാണ്. നിങ്ങൾക്ക് ഇത്തരമൊരു ആത്മവിശ്വാസമുണ്ടോ? ഇന്നിപ്പോൾ ഏക്യാനെ പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ എന്ത് ഘടകങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി എന്നാണ്? ഞങ്ങൾക്ക് പ്രതികൂലമായ ഒരു ഘടകം വേണം ആദ്യം പറയുക. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായ ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരു വേവ് ഉണ്ടോ എന്നുള്ളത് സംബന്ധിക്കാമല്ലോ. കേരളത്തിലൊരു വേവ് ഉണ്ടായിരിക്കുന്നു. കാരണം ഈ ഏറ്റവും കൂടിയ പോളിംഗ് പെർസെൻറ്റേജ് അത് 3-ാം സ്ഥാനത്താണ് ഇപ്പോഴത്തെ പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. ആ പെർസെൻറ്റേജ് വരുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായല്ലാതെ ആർക്ക് അനുകൂലമായിട്ടാണ് ഈ തരംഗം ഉണ്ടാകേണ്ടത്? പെർസെന്റേജിന്റെ കാര്യം പറയുമ്പോൾ LDFന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ ഉയർന്ന പോളിംഗ് ശതമാനമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ 0.12% ഒരു കുറവേ സംഭവിച്ചിട്ടുള്ളൂ. അന്ന് 91 സീറ്റാണ് LDFന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഉയർന്ന പോളിംഗ് ശതമാനം കാട്ടി പേടിപ്പിക്കേണ്ട എന്നാണ് CPMന്റെ ആത്മവിശ്വാസം. വേണ്ട. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഇത്തവണ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന അസംബ്ലിയെ കുറിച്ചാണ്. അസംബ്ലിയുടെ ഉയർന്ന പോളിംഗ് ശതമാനം എടുത്തുകൊണ്ടാണ് പറയുന്നത്. അസംബ്ലിയിൽ ജനങ്ങൾ കാണുന്ന ഒരു കാഴ്ചപ്പാടും ദേശീയ തലത്തിൽ കാണുന്ന കാഴ്ചപ്പാടും രണ്ടാണ്. അതോടെ വെച്ചുകൊണ്ട് വേണം താങ്കൾ. ഞാൻ പറയാൻ വന്നതല്ല. നമ്മൾ ഈ കേരളത്തിന്റെ ഒരു ഇലക്ഷൻ ദേശീയ തലത്തിലേക്കുള്ള പാർലമെന്റ് ഇലക്ഷന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എപ്പോഴും 57 മുതൽ ഉള്ള 1-ാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോൾ വരെയുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാൽ എപ്പോഴും ഒരു പ്രോ കോൺഗ്രസ് വേവ് ആയിരുന്നു. എല്ലാ കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു. എക്സെപ്ഷൻ ഉണ്ടായത് 2004-ലാണ്. ബാക്കി എല്ലാ കാലങ്ങളിലും 80-ലും ആണ്. ഈ രണ്ട് സാഹചര്യത്തിൽ മാത്രമാണ് CPMന് LDF എന്ന് പറയുന്ന മുന്നണിക്ക് ഒരു ഏകദേശം 80-ൽ കിട്ടാനുള്ള സാഹചര്യം കോൺഗ്രസും കേരള കോൺഗ്രസും കൂടെ വന്നതിൻ്റെയാണ് LDFന് ഒരു മുൻതൂക്കം വന്നത്. അന്ന് 12 സീറ്റ് കിട്ടി. പിന്നെ 2004-ലാണ് ഈ 18 സീറ്റ് കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം നോക്കി, അതിനുശേഷവും വന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസിനാണ് മുൻതൂക്കം ഉണ്ടായത്. കാരണം അതിന്റെ ഒരു പൊതു പാറ്റേൺ എന്ന് പറയുന്നത് പാറ്റേൺ മാറിയെന്നാണ് LDF പറയുന്നത്. ആ പാറ്റേൺ മാറിയ സാഹചര്യങ്ങളില്ല. അതിനേക്കാട്ടിൽ കുറച്ചുകൂടെ രൂക്ഷമായ ഒരു സാഹചര്യം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഇത്തവണത്തെ കേരളത്തിൽ ഞാൻ കണ്ട ഒരു ഇലക്ഷന്റെ ആൾക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു റിവെഞ്ച് മെന്റാലിറ്റി. ശരി, അതിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഈ വിഷയങ്ങൾ CPM കാണുന്നുണ്ട്. അതായത് ശക്തമായ ഒരു വികാര പ്രകടനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നവർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അത് ഏകപക്ഷീയമായി ഒരു പാർട്ടിക്ക് തന്നെ മേൽക്കൈ കിട്ടുന്ന രൂപത്തിലേക്ക് പോവുക. ഇവിടെ റോയ് മാത്യു ചൂണ്ടിക്കാട്ടുന്നത് പോലെ കോൺഗ്രസിന് അനുകൂലമായി പോവുക. ആ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷതയുണ്ട്. അവിടെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതിലേക്ക് മാത്രം ഊന്നുന്നതല്ല. അത് കോൺഗ്രസ് മാത്രമല്ല ഏക സാധ്യത എന്ന രാഷ്ട്രീയ വിവേകം പൊതുവിൽ ദേശീയ തലത്തിലുണ്ട്. കോൺഗ്രസ് തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി അവർ പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെ ആകണമെന്നില്ല ഏറ്റവും വലിയ ഒറ്റ പാർട്ടി, ഞങ്ങളായാൽ തന്നെ രാഹുൽ ഗാന്ധി തന്നെ ആകണമെന്നില്ല പ്രധാനമന്ത്രി, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു ദേശീയ യാഥാർത്ഥ്യം കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് കരുതാൻ കഴിയുമോ? ആ ആത്മവിശ്വാസത്തിൽ നിന്നാണ് CPMന്റെ വിലയിരുത്തൽ. ശരി, ഒരു വികാരമുണ്ടാകാം. പക്ഷേ ആ വികാരം പഴയ രൂപത്തിൽ മുൻപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ഒരു ഏകപക്ഷീയതയോടെ ആകില്ല എന്ന് ശ്രീ CR. അല്ല, അതിന് അനുകൂലമായ വാദഗതികൾ വളരെ കുറവാണ്. ഒന്ന്, ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയാവും എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും എനിക്കില്ല പ്രതിപക്ഷത്ത്. കാരണം അത്രയും സീറ്റുകളിൽ മത്സരിക്കുന്ന സാധ്യതയുള്ള വേറൊരു കക്ഷിയില്ല. എന്തായാലും CPM അതിൻ്റെ അടുത്ത് പോലും എത്തില്ല. രണ്ടാമത്തെ വിഷയം, കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷം, ഒരു മതേതര ഗവൺമെൻറ് എന്നത് സാധ്യമേ അല്ല എന്ന് CPM അംഗീകരിക്കും. മറിച്ച് CPMന് പിന്തുണയില്ലാത്ത ഒരു മതേതര ഗവൺമെന്റ്, കാരണം CPMന്റെ സാധ്യത വളരെ ചുരുങ്ങിയിരിക്കുന്നു. അല്ലല്ല, കേരളത്തിലെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ പാർലമെന്ററി തെരഞ്ഞെടുപ്പുകളിൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏകപക്ഷീയമായ മേൽക്കൈ കിട്ടുന്നതാണ്. അതല്ല ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം. അതേപറ്റിയുള്ള ബോധ്യം കേരളത്തിലെ വോട്ടർക്കുണ്ട്. അതുകൊണ്ട് ആ പാറ്റേൺ ലംഘിക്കപ്പെടും. ഇതാണ് CPMന്റെ ഒരു വിലയിരുത്തൽ. അല്ല, ദേശീയ പാറ്റേണെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിലെ വോട്ടർമാർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അതിന് കാരണം ഇപ്പോൾ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവർ പോയാലും അവർ പോയാലും ഒന്നല്ലേ, ഇവർ പോയാൽ അവരെ പിന്താങ്ങില്ലേ? ഞാൻ സാധാരണ ഒരു വോട്ടറിൻ്റെ ചോദ്യമാണ്. അവിടെ പോയാൽ പിന്താങ്ങും, പിന്നെ ഇതിനെ നേരെയുള്ളവരെ വിട്ടാൽ പോരെ, പിന്താങ്ങുന്നവരെ എന്തിനാ വിടണേ എന്ന് ചോദിക്കുന്ന തരത്തിൽ അതിന് കാരണവും വേണം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ CPMന് ബംഗാളിൽ അല്ലെങ്കിൽ ത്രിപുരയിൽ ഇതുപോലെ മുമ്പ് സാഹചര്യം ഉണ്ടായിരുന്നു. 2004 ഒരു വ്യത്യാസം അതാണ്.
2004 ഒന്ന് ഇപ്പോൾ നേരത്തെ റോയ് മാത്യു പറഞ്ഞു, ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. 1996 രണ്ട് മുന്നണിയും ഒപ്പത്തിനൊപ്പം വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്. രണ്ട് മുന്നണിക്കും 10-10 കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെയും കേന്ദ്രത്തിൽ അന്ന് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ബാബറി മസ്ജിദിനെ തകർച്ച, കോൺഗ്രസിന് ലീഡർഷിപ്പില്ല, കോൺഗ്രസിന് നരസിംഹറാവുവിനെ മുമ്പിൽ നിർത്തി മത്സരിക്കാൻ കഴിയില്ല, നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരുമില്ല, ഇങ്ങനെ പല ചോദ്യങ്ങളുമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിയാണെങ്കിലും അല്ലെങ്കിലും വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം, മോഡി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന രൂപത്തിൽ ഒരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, 2014 നിന്ന് രാഹുൽ ഗാന്ധി ഒരുപാട് ഉയർന്നു. ശരി, നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഉത്തരമാണ് ഞാൻ അതിഥികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാം ഇങ്ങനെ വ്യാഖ്യാനിച്ച് ദീർഘസമയം എടുക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. മുഹമ്മദ് റിയാസും ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. റിയാസ്, കേരളത്തിൽ പ്രകടമായി ഒരു UDF തരംഗം, ഇതാണ് കണക്ക് കൂട്ടലുകളിൽ നിന്ന് തെളിയുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത്. ഇതിനകത്ത് ഒരുപക്ഷെ ഈ വിലയിരുത്തലിനെ സംബന്ധിച്ച് സ്വാഭാവികമായും വിയോജിപ്പുണ്ടാകാം. അങ്ങനെയെങ്കിൽ അതിന്റെ കാതലായ കാരണം എന്താണ്? കേരളത്തിലെ അത്തരത്തിലൊരു വിലയിരുത്തൽ UDF രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തുമായിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൻ്റെ അവസാനം വരെ സസൂക്ഷ്മം കാര്യങ്ങൾ വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അതിന് പല കാരണമുണ്ട്. നേരിട്ട് കാര്യത്തിലേക്ക് വരാൻ വേണു പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഒന്ന്, കേരളം BJP വിരുദ്ധ വികാരത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കും. 20 സീറ്റിലും BJP വിരുദ്ധ വികാരം കേരളത്തിൽ ആളിക്കത്തും. അതിൻ്റെ ചാമ്പ്യന്മാരാകാൻ വേണ്ടി പോകുന്നത് UDF അല്ല, LDF ആയിരിക്കും. കാരണം UDFനെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തിലും അല്ലാതെയും കേരളത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, അങ്ങ് പറഞ്ഞതുപോലെ മോദി വിരുദ്ധത ഇവിടെ വരുന്നുണ്ടാകാം. പക്ഷേ ആ മോദി വിരുദ്ധത എന്നത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി വന്നതോടുകൂടി കോൺഗ്രസിന് അനുകൂലമായേക്കാം. മറ്റൊന്ന് ശബരിമലയാണ്. അതിൽ ഈ സർക്കാരിനോടുള്ള ഒരു വിരുദ്ധ വികാരം രൂപപ്പെടുന്നു. അത് ഗുണം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനും BJPക്കും. ചുരുക്കത്തിൽ ഈ രണ്ട് വിഷയം എടുത്താലും ഒരു മുഖ്യ നഷ്ടക്കച്ചവടത്തിൽ നിൽക്കുന്ന പാർട്ടി എന്നത് നിങ്ങളുടേതാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് തോന്നാൻ ഒരു ന്യായമായ കാരണവുമില്ല. ഒന്ന്, മോദി വിരുദ്ധ വികാരം അത് കോൺഗ്രസിന് അനുകൂലമായി മാറുമെന്ന് പറയുന്നത് 2004 വാജ്പേയി വിരുദ്ധ വികാരം അല്ലെങ്കിൽ BJP വിരുദ്ധ വികാരം UDFനാകുമെന്ന് പറഞ്ഞതുപോലെ അന്നത്തെ റിസൾട്ട് പോലെ തന്നെ ആകുമെന്ന കാര്യം അന്നില്ലാത്തൊരു യാഥാർത്ഥ്യമാണ് ത്രികോണ മത്സരം. ഒരു സെക്കൻഡ് ഇവരെല്ലായ്പ്പോഴും VV രാജേഷ് 2004 പറയുന്നത്. എന്ന് വെച്ചാൽ പ്ലെയേഴ്സായി ഞങ്ങളും UDF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അവർക്ക് വലിയ മുന്നേറ്റം കിട്ടിയ ഒരു ഉദാഹരണം എടുക്കുകയാണ്. അതിന് നീതീകരിക്കുന്നതായി വെക്കുന്നത് അന്നൊരു NDA ഗവൺമെന്റ് ആയിരുന്നു. അതിനെ തകർത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലം. ഇവിടെ എങ്ങനെയാണോ ഈ യാഥാർത്ഥ്യം? 2004 റിയാസ് ദയവ് ചെയ്ത് നിങ്ങൾ CPM പ്രതിനിധിയായിട്ട് പറയരുത്. കാരണം 2004 ആവർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന അർത്ഥം. 2004 ഇവിടെ കുറച്ച് സീറ്റ് കിട്ടിയെങ്കിൽ ഡൽഹിയിൽ ചെയ്ത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണല്ലോ. 2004 തന്നെയാണ് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ ബദൽ, അതിൽ അവരുണ്ടാവില്ല. അവിടെയാണ് ഇവിടെ നിന്ന് ഇദ്ദേഹം പറഞ്ഞതിൽ ഞാൻ തുടങ്ങാൻ ആരംഭിക്കുന്നത്. ഒരു റിവഞ്ച്, ജനങ്ങൾ വോട്ട് രാവിലെ മുതൽ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായത് ഒരു റിവഞ്ച്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ ഗവൺമെന്റ് ഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുകയും പ്രളയം ഉണ്ടാക്കുകയും. നിയമസഭാ തെരഞ്ഞെടുപ്പല്ല അല്ല വേണു, അല്ലല്ല ഞാൻ പറയാം. അല്ലല്ല, ഓരോ സ്ഥലങ്ങളിലും മോഡി സർക്കാരിനെതിരെ റിവഞ്ച് അങ്ങനെയെങ്കിൽ ഭാഗികമായി യോജിക്കാവൂ. കാരണം ഈ റിവഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത് ഞാൻ ആ വാക്ക് അദ്ദേഹത്തിൽ നിന്ന് കടമെടുത്തെങ്കിൽ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത് അങ്ങനെ എന്റെ ഇന്റർപ്രിറ്റേഷൻ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ള അഭിപ്രായം ഉണ്ടാകാം. ഈ റിവഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഏറ്റവും പ്രധാനമായി സ്പർശിക്കുന്ന പ്രശ്നത്തിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ കേരളത്തിലെ ചരിത്രത്തിൽ പോലും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ രണ്ട് സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ്. ഒന്ന് പ്രളയം, മറ്റൊന്ന് വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയത്. ഇത് രണ്ടും വോട്ടായി ഒഴുകിയെത്തിയെന്നും വളരെ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ BJP എടുത്ത്, അതായത് BJP വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ സാധിച്ച നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തുവെന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ A. സജീവൻ, ഇവിടെ ഇവർ ഒരൊറ്റ വിഷയത്തിലാണ് പ്രധാനമായും മുന്നിയത്. പ്രളയമൊന്നും കാര്യം. ശരി, റിയാസ് പറഞ്ഞോളൂ.
ഒറ്റ കാര്യം. അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പല്ലേ? കേന്ദ്ര ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തില്ല. ഏത് വാഗ്ദാനം നടപ്പിലാക്കാത്ത ഒരു വാഗ്ദാനം പറയാം. നിങ്ങളുടെ ഗവൺമെന്റിന് നടപ്പിലാക്കി കേന്ദ്ര ഗവൺമെന്റ് പിണറായി സർക്കാരിന് കൊടുത്ത വാഗ്ദാനങ്ങൾ, പ്രളയത്തിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ. ഞാൻ പറയട്ടെ, അല്ലല്ല, പരസ്പര ധാരണയിലല്ല പോകേണ്ടത്. അങ്ങയുടെ ചോദ്യം വന്നു, രാജേഷ് മറുപടി പറയുന്നു, അതിന് മറുപടി അങ്ങേക്ക്. കേരളത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്ത ഏതെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കാതെയുണ്ടോ? ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാതെയുണ്ടോ? ഏത് തരത്തിൽ ഞങ്ങൾ വാഗ്ദാന ലംഘനം നടത്തിയിട്ടുണ്ട് റിയാസേ? എത്ര വാഗ്ദാനം? ഒരെണ്ണം പറയാം. വില കുറക്കുന്നു പറഞ്ഞു. എന്തായി? എവിടെ 15 ലക്ഷം വാങ്ങിച്ച് പോക്കറ്റിൽ ഉണ്ണാനിരിക്കുകയാണ്. കോടി പേർക്ക് മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട്. അവർ മുദ്രാ ലോൺ ഓരോരോ സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കും. 24 മണിക്കൂറിൽ 24 യുവാക്കൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് രാഹുൽ കേരളത്തിൽ വന്ന് പറഞ്ഞത്. 24 മണിക്കൂറിനിടയിൽ 24 യുവാക്കൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം. എന്റെ വേണു, ഇതേ രാഹുലല്ലേ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ട് എനിക്ക് തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൊണ്ട് ഞാൻ പറഞ്ഞു മാപ്പ് തരണം. അല്ലല്ല, ഇതൊക്കെ ഡേറ്റയാണ്. ഒരു സെക്കൻഡ് ശ്രീ സജീവനിലേക്ക് ഒന്ന് വഴങ്ങണം. വി വി രാജേഷ് അങ്ങയുടെ വിഷയത്തിലേക്കാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി 5 വർഷത്തിന് ശേഷം പത്രസമ്മേളനം നടത്താൻ പോകുന്നു. എന്തുകൊണ്ടാണ് വലിയ വാർത്ത മറ്റൊരു പത്രസമ്മേളനമാണ്? കാരണം അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പത്രസമ്മേളനം നടത്തുന്ന അദ്ദേഹത്തിന് മോഹം. ഇനി ചിലപ്പോൾ നടന്നില്ലെങ്കിലോ? ഇനി അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്താൻ ഭാഗ്യം കിട്ടിയല്ലോ കരുതി പ്രധാനമന്ത്രി എന്ന നിലയിൽ അവസാനത്തെയും ആദ്യത്തെയുമായ ഒരു നിമിഷം ശ്രീ സജീവൻ, ഇവിടെ വി വി രാജേഷ് പറയുന്നു ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അടിച്ചമർത്തൽ നേരിടേണ്ടി വന്ന ഒരു വിഭാഗത്തിന്റെ റിവഞ്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന്. ശരിയാണ്. ഇവിടെ BJPക്ക് ആദ്യമായാണ് മുസ്ലിം വിരോധം ഉണ്ടാക്കാവുന്ന ഒരു മുദ്രാവാക്യം, ആ ധ്വനി ഉണ്ടാകാവുന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് എപ്പോഴും പതിക്കുന്ന പതിവിൽ നിന്ന് മാറി ഹിന്ദുക്കളുടെ വിശ്വാസം അത് മറ്റേതെങ്കിലും ഒരു മതത്തിന് മറ്റേതെങ്കിലും ഒരു മതത്തിന് എതിരല്ലാത്തൊരു മുദ്രാവാക്യം ഇവർക്ക് കിട്ടിയ സംഭവം തന്നെയാണ് ശബരിമല. ഒരു സെക്കൻഡ്. സാധാരണഗതിയിൽ ഇവരുടെ എല്ലാ നിലപാടും ഇവിടെ മുസ്ലിം പ്രീണനമാണ്, ഇവിടെ 5ാം മന്ത്രിയാണ്, ഇവിടെ മുഴുവൻ പച്ചയാണ്, ഇതൊക്കെയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരൊരു പ്ലെയറായി വന്ന സമയത്തും ഏറ്റവും വലിയ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചാരണമാണ് അഴിച്ചുവിട്ടത്. അന്നൊക്കെ അതിൻ്റെ എതിർപക്ഷത്ത് മുസ്ലിം വിഭാഗം ഉണ്ടായിരുന്നു. എന്നാൽ നടാടെ ഇവർക്ക് ഈ പറയുന്ന ഒരു മതവിഭാഗം അവർ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞ മതവിഭാഗത്തിന്റെ വ്രണപ്പെട്ട വികാരത്തിനെ ചാമ്പ്യൻ ചെയ്യാൻ അവർക്കൊരവസരം കിട്ടി. ശ്രീ സജീവൻ, ഇത് ശരിയായിരിക്കാം രാജേഷ് പറയുന്നതിൻ്റെ 1ാം ഭാഗം. പക്ഷെ പിന്നീട് ഇത് എങ്ങനെയാണ് വർഗീയ വിദ്വേഷം വമിക്കുന്ന തരത്തിലേക്ക് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ മാറ്റിയത് എന്ന് കേരള വോട്ടർ കണ്ടു. അപ്പോൾ എതിർഭാഗത്ത് മുസ്ലിങ്ങൾ ഉള്ളപ്പോൾ കാട്ടുന്ന അതേ വർഗീയ വീര്യം എതിർഭാഗത്ത് ആരുമില്ലാത്തൊരു വിഷയത്തിലും ഇവർ പുലർത്തുന്നത് കേരളം കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ രാജേഷ് സ്വപ്നം കാണുന്ന രൂപത്തിൽ സെക്കുലർ വോട്ട്, ഈ പറയുന്ന ഹൈന്ദവ വിഭാഗത്തിന്റെ സെക്കുലർ വോട്ട്, അത് BJPക്ക് എടുക്കാൻ കഴിയുമോ ശ്രീ സജീവൻ? പിന്നെ ഞാനതിൽ എൻ്റെ അഭിപ്രായമായിട്ടല്ല പറയുന്നത്. രാജേഷ് ഇപ്പോൾ നടത്തിയിട്ടുള്ള അവകാശവാദത്തിനെ ഏതാണ്ട് ഖണ്ഡിക്കുന്ന രൂപത്തിലാണ് കുമ്മനം രാജശേഖരൻ എന്നത്തെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം രാജേഷിനെ ഖണ്ഡിക്കുന്നതെല്ലാം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വർഗീയ വികാരം ആളിക്കത്തിച്ച് പരമാവധി ഞങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്താൻ LDFും UDFും ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലമാണല്ലോ BJPയുടെ NDAയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലം. ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ടയേക്കാൾ കൂടുതൽ തിരുവനന്തപുരമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി വളരെയധികം അവർ ഗവർണർ സ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് വളരെ ആഘോഷപൂർവ്വം കൊണ്ടുവന്നുള്ള സ്ഥാനാർത്ഥി പറയുന്നു ഇപ്പോൾ ഈ പ്രശ്നം
വർഗീയ പ്രശ്നങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെ LDFും UDFും പരമാവധി നീക്കങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ അതൊരു ആത്മവിശ്വാസത്തിന്റെ വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രാജേഷ് എങ്ങനെ കണ്ടു അല്ലല്ല, അത് അതിലൊരു LDF-നും UDF-നുമായി വിധിച്ചുകൊടുക്കുന്ന സജീവൻ ഏറ്റവും ശക്തമായി തിരുവനന്തപുരം വോട്ടറിന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം ഇട്ടുകൊടുത്തത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഇയാൾക്ക് രാഷ്ട്രീയ പാരമ്പര്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ വി രാജേഷ്, കുമ്മനത്തിന് രാഷ്ട്രീയ പാരമ്പര്യമില്ല. കുമ്മനത്തിനുള്ള പാരമ്പര്യം എന്നത് RSSകാരുടെ പാരമ്പര്യമാണ്. അത് 2 ഘട്ടങ്ങളിലായി, അതായത് ഈ നിലയ്ക്കലിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മാറാടിന്റെ കാര്യത്തിലായാലും എതിർ വിഭാഗത്തെ ശത്രുവാക്കുന്ന സമരങ്ങളുടെ ചാമ്പ്യനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അതിവിടെ നീറിപ്പടർന്നു. RSSന്റെ പാരമ്പര്യമാണ് കുമ്മനം രാജശേഖരനുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വിജയം അഡ്മിറ്റ് ചെയ്യല്ലേ കുമ്മനത്തിന്. കാരണം RSSന്റെ പാരമ്പര്യവും പശ്ചാത്തലമുള്ള നരേന്ദ്രമോദിയാണ് ഇന്ത്യയെ നയിക്കാൻ പോകുന്നതെന്ന് 2013 മുതൽ 2014 വരെ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയപ്പോൾ ജനം പറഞ്ഞു അത്തരത്തിലൊരാൾ നയിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് 283 സീറ്റിന്റെ ഭൂരിപക്ഷം നൽകിയ ചരിത്രമുള്ളപ്പോൾ അങ്ങനെ എന്റെ ജ്യോതി അതാണ് മറുപടി. ഒരിക്കലും BJP അധികാരത്തിൽ വരില്ല. വന്നാൽ പോലും കേരളത്തിൽ 0 തന്നെ ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അറിയാം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി ബോധ്യമുണ്ട്. ഒരു കാരണവശാലും കേരളത്തിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ശ്രീ ലാൽകുമാർ, അല്ല, ഇവർ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. പക്ഷേ ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ ഈ മുല്ലപ്പള്ളിയുടെ ഈ പറയുന്ന ശക്തമായ 2 വിമർശനങ്ങൾ, ഒന്ന് രാഷ്ട്രീയ പാരമ്പര്യമില്ല, 2 ഉള്ള പാരമ്പര്യം എന്ന് പറയുന്നത് തമ്മിലടിപ്പിക്കുന്നതിൻ്റെതാണ്. ഇത് വലിയ രൂപത്തിൽ ഇവിടെ സ്വാധീനിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് രാജേട്ടൻ എന്നിവിടെ എല്ലാവരും പറയുന്ന രാജഗോപാൽ അല്ല ഈ പറയുന്ന കുമ്മനം എന്ന ബോധ്യത്തിലേക്ക് ഈ സെക്യുലർ ഹിന്ദു സമൂഹത്തെ അത് ചിന്തിപ്പിച്ചിട്ടില്ലേ? ഒരു CPM നേതാവിനും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ബുദ്ധിപരമായി നടത്തിയത്. മുല്ലപ്പള്ളി അംഗീകരിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, കുമ്മനം രാജശേഖരൻ്റെ ക്യാൻഡിഡേറ്റ്ഷിപ്പ് ഒരിക്കലും രാജഗോപാലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രാജഗോപാൽ വാസ് മോർ സെക്യുലർ, അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അത് BJPക്കാരുടെ സമ്മതമൊന്നും നമുക്കതിനകത്ത് വേണ്ട. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈറ്റ് ഫൈറ്റ് കൊണ്ടുവരാൻ BJP ശ്രമിച്ച പോയിന്റിൽ ആൻറ്റി ഫാസിസ്റ്റ് ശക്തികൾ BJP ജയിക്കുന്നു തോന്നുന്നു കഴിഞ്ഞപ്പോൾ തന്നെ ന്യൂനപക്ഷം എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് പോയി. ആ ഭാഗം ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതായത് CPMന്റെ അടുക്കിലേക്കാണോ, അല്ല CPIയുടെ അടുക്കിലേക്കാണോ പോയത്, കോൺഗ്രസിന്റെ അടുക്കിലോട്ടോ പോയത്? മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആ പ്രസ്താവന എന്ത് പ്രത്യാഘാതമാണ്? ശ്രീ റോയ് മാത്യു, അതിശക്തമല്ല. ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ എമർജൻസി ആസ് എ ചലഞ്ചർ അഗൈൻസ്റ്റ് മോദി, അതൊരു ഫാക്ടർ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ലിബറൽ അല്ല, ആ വിഷയത്തിലേക്കല്ല പോകണം. നമ്മൾ ചോദ്യം അതല്ല. കുമ്മനത്തെ ഇങ്ങനെ ചിത്രീകരിക്കുന്നു മുല്ലപ്പള്ളി, അതൊരു വലിയ മൂവ് അല്ലായിരുന്നു. തീർച്ചയായിട്ടും. കാരണം മുല്ലപ്പള്ളിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു അത് ആദ്യമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയ, അതായത് പുലിയെ മടയിലേക്ക് കയറി അറ്റാക്ക് ചെയ്ത. കാരണം കുമ്മനം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് നിലയ്ക്കൽ, ഒന്ന് മാറാണ്. അതിന്റെ ഒരു റീസൺ ഞാൻ കാണുന്നത് മുല്ലപ്പള്ളിയുടെ പിതാവിന്റെ സ്വാതന്ത്ര്യ സമര ഒരു പാരമ്പര്യവും പ്ലസ് ഇതൂടാണ്. കാരണം ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ടാണ് ഈ കുമ്മനം രാജശേഖരനോട് മത്സരിക്കുന്നു എന്നുള്ള വലിയൊരു മെസ്സേജ് കോൺഗ്രസ് ഒരുപക്ഷെ പറയാൻ അറച്ചിരുന്ന ഒരു കാര്യമാണ്. അല്ലല്ല, രണ്ട് പോയിന്റ് പറയാം. ഒന്ന്, മുല്ലപ്പള്ളിയുടെ ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഞങ്ങൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയോ, കുമ്മനം രാജശേഖരന്റെ എന്റെ ജോലി രാജശേഖരനും 2 വ്യക്തിത്വമാണ്. രാജഗോപാൽ മിതവാദിയാണ്, ഹിന്ദു തീവ്രവാദികളിൽ മിതവാദിയാണെങ്കിലും ഹിന്ദു തീവ്രവാദി തന്നെയാണ് കുമ്മനം എന്നുള്ള ഒരു തർക്കവും കഴിഞ്ഞല്ലോ. ജ്യോതി ബുദ്ധിപൂർവ്വം നീക്കം നടത്തുന്നത് ഞാൻ നടത്തുന്ന പോയിന്റ്സിലെ സംസാരിച്ചതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ഒരു മിനിറ്റ്, ലാൽ പറഞ്ഞല്ലോ രാജഗോപാലല്ല കുമ്മനം. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് എല്ലാ BJPക്കാർക്കും രാജഗോപാലായിട്ട് ജനിക്കാൻ സാധിക്കുമോ? മാത്രവുമല്ല, രാജഗോപാലിന്റെ അതേ അച്ചിൽ വാർത്തവർ മാത്രമേ BJPയിൽ ജയിക്കുള്ളൂന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പൊ പാലക്കാട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല രാഹുലിന്റെ അച്ചിൽ വാർത്തവർക്ക് രാജ്യം നയിക്കാൻ സാധിക്കും. കെ സുരേന്ദ്രൻ രാജഗോപാലല്ലോ.
കെ സുരേന്ദ്രൻ 89 വോട്ടിനാണല്ലോ രണ്ടാം സ്ഥാനത്ത് വന്നത്. കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്ത് വന്നല്ലോ. കൃഷ്ണകുമാർ ഒ രാജഗോപാലല്ലോ. അപ്പോൾ ഒ രാജഗോപാലാണ്. കുമ്മൻ രാജശേഖരനാണ്. 1987 കുമ്മൻ രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വന്നു തിരുവനന്തപുരം ഈസ്റ്റിൽ. അന്ന് ഞങ്ങൾ എത്രത്തോളം സംഘടനാപരമായിട്ട് ഇപ്പോഴത്തെക്കാളും ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരുപാട് കാലം ഒഴുകിപ്പോയി. കുമ്മനം രാജേട്ടന്റെ ഒരുപാട് കാലം പോയി. അറിവില്ലാതെ പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് ശരിയാണ്. അത് പറയും. കുമ്മനത്തെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തിലുള്ള കാഴ്ചപ്പാട് അതെല്ലാം ബോധ്യമുള്ളതാണ്. ജനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു. ശരി. എല്ലാവരും ഒന്ന് സഹകരിക്കണം. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരികെ എത്താം. സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. ശ്രീലാൽ കുമാർ. ഞാൻ പറഞ്ഞു വന്നത് മുല്ലപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് ഇഫക്റ്റ് ഇല്ല എന്നുള്ളതല്ല. ഇഫക്റ്റ് ഉണ്ട്, ബട്ട് ഹൂ ഇസ് ഗോയിങ് ടു ടേക്ക് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പോളറൈസേഷൻ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. അത് കുമ്മനം രാജശേഖരനെ കുറിച്ച് കേരളത്തിലുള്ള BJP-കാർക്കുള്ള പിക്ചർ അല്ല, സാധാരണ ജനങ്ങൾക്കുള്ളത്. കൃത്യമായി ഞാൻ പലരുമായിട്ട് സംസാരിച്ചാണ് എങ്ങനെ കുമ്മനത്തിനെ തോപ്പിക്കാം എന്നുള്ള വോട്ടാണ് തിരുവനന്തപുരത്ത് ചെയ്തിരിക്കുന്നത്. അത് ആര് ജയിക്കുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ കൃത്യമായി കുമ്മനത്തിനെ ഉറപ്പായിട്ട് പത്തനംതിട്ടയിൽ ഒരു 10 ലക്ഷം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. 1,91,000 കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് നിയമസഭയിൽ കിട്ടിയത്. പരമാവധി ഒരു 2.5 ലക്ഷം വോട്ട് പിടിക്കാൻ പറ്റും. 100% സുരേന്ദ്രൻ 3ാം സ്ഥാനത്തെ അവിടെ വരും. അതാണ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. 10 ലക്ഷം വോട്ടിന് ഒരു 3.5 ലക്ഷം വോട്ടിന് മേളിൽ പിടിക്കണം. അയ്യപ്പനൊന്നും അത്രത്തോളം അവിടെ വർക്കായിട്ടില്ല. രാജേഷ് അത് എത്രയോ കൗണ്ടർ ചെയ്താലും 3.5 ലക്ഷം വോട്ട് നിങ്ങൾ എത്തില്ല. അല്ല നിന്നോട്ടെ, ഞാൻ പറഞ്ഞത് കൗണ്ടർ ചെയ്യാൻ തുടങ്ങിയല്ലോ. പിന്നെ അങ്ങ് ഒരു മുൻധാരണയോടെ ഇരിക്കണ്ട. അങ്ങയുടെ ഇടതുപക്ഷ പശ്ചാത്തലം പ്രേക്ഷകരുടെ മുൻപിൽ ഞാൻ പറയട്ടെ. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീ കുമ്മൻ രാജശേഖരൻ എങ്ങനെയാ വട്ടിയൂർക്കാവ് 2ാം സ്ഥാനത്ത് വന്നത്? അങ്ങയുടെ പാർട്ടി 3ാം സ്ഥാനത്ത് പോയല്ലോ. ഞാൻ പറയട്ടെ, വട്ടിയൂർക്കാവിൽ അതിന് മുൻപ് മത്സരിച്ച ഞാനാ 13,500 വോട്ടാണ് ഉണ്ടായിരുന്നത്. കുമ്മനം രാജേട്ടൻ 44,000 വോട്ട് കിട്ടി. മറ്റൊന്ന് മുല്ലപ്പള്ളി രാമൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയല്ലോ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ശശി തരൂരിന് AICC കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്നു. എന്നോടൊപ്പം പ്രവർത്തിക്കാൻ വരാൻ ആരുമില്ല. മറ്റൊരു വിഷയമാണ്. മറ്റു തർക്കങ്ങളിലേക്ക് പോകണ്ട. വി രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന ചിത്രം, ആ ചിത്രം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നടത്തിയ ആഭ്യന്തര കണക്കെടുപ്പ് ഉൾപ്പെടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കരുതുന്നു കഴക്കൂട്ടത്ത് LDF-നായിരിക്കും മുന്നേറ്റം ഉണ്ടാവുക. അങ്ങ് നിഷേധിക്കും. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അങ്ങ് നിഷേധിക്കുന്ന എനിക്ക് ഉറപ്പാണ്. കേൾക്കൂ, കഴക്കൂട്ടത്ത് LDF-നായിരിക്കാം മുന്നേറ്റം ഉണ്ടാകുക എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ്. അവിടെ LDF-ന് മുന്നേറ്റം ഉണ്ടായേക്കാം എന്ന് കരുതുന്നു. ഈ വർക്കലയിലൊക്കെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ എന്ന് പറയുന്ന ആറ്റിങ്ങലിന്റെ ആ ഭാഗമുണ്ടല്ലോ, ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ആ കണക്കുകളിലേക്ക് പിന്നീട് പോകാം. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഈ കഴക്കൂട്ടത്തിൽ നിങ്ങൾ LDF-നൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നേമത്തും വട്ടിയൂർക്കാവിലും നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ അത്രയും വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർന്നിട്ടില്ല എന്ന ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പാറശാലയിൽ നിങ്ങൾ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വിഭാഗമാണ് ശശി തരൂരിന് അനുകൂലമായി പ്രവർത്തിച്ചിരിക്കുന്നത്. അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അത് വോട്ടാകുമെന്ന് നിങ്ങൾ നൽകിയിരിക്കുന്നു. അത് വോട്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷെ പാറശാലയിൽ ഈ പറയുന്ന ഇതുപോലെ തന്നെ ദിവാകരന് തന്നെയായിരിക്കാം മുന്നേറ്റം. നിങ്ങൾ 2ാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ ശശി തരൂരിൻ്റെ മേൽക്കൈയുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ആത്മവിശ്വാസം തീരെയില്ലാത്ത രൂപത്തിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങയുടെ മറുപടി. വേണു, ഞങ്ങൾ എടുക്കുന്ന ആഭ്യന്തര വിലയിരുത്തൽ ഒരു കാരണവശാലും വേണു ലഭിക്കുകയില്ല. ലഭിച്ചുവെങ്കിൽ അത് ആഭ്യന്തര വിലയിരുത്തലല്ല. ഇന്ന് നടന്ന ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് നടന്ന ഒരു മീറ്റിംഗിൽ ഞാനും പങ്കെടുത്തതാ. അതിനേക്കാൾ സീനിയർ ലെവലിലുള്ള ആൾക്കാരുടെ മീറ്റിംഗ് വേറെ നടക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു കാരണവശാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പിന്നോക്കം പോവുകയില്ല. മറ്റൊന്ന്, ഞങ്ങൾ ആർക്കും വാഗ്ദാനമൊന്നും കൊടുത്തില്ല. പക്ഷേ പാറശാലയിലും കോവളത്തുമൊക്കെ തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഘടകങ്ങളായിരിക്കും BJPക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, വരാൻ പോകുന്ന ലോക്കൽ ബോഡിയിലും വരാൻ പോകുന്ന അസംബ്ലിയിലും അത് ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടുകൾ BJPക്ക് അനുകൂലമായിട്ടുണ്ടാകും. ഒരു സംശയമില്ല. റിയാലിറ്റി ഡിഫറന്റ് ആണ്, എൻറ്റയർലി ഡിഫറന്റ് ആണ്. അല്ല, ഒരു സെക്കൻഡ് എനിക്ക് മറ്റൊരു പോകണതിന് മുമ്പ് ജ്യോതി തിരുവനന്തപുരം വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ശശി തരൂരിന് നേരത്തെ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഇത്തവണയും നേടാൻ ഇടയുള്ളത്. ഒപ്പം തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഏകപക്ഷീയമായി കോൺഗ്രസിലേക്ക് ഇത്തവണ കഴിഞ്ഞ തവണ പോയതുപോലെ പോയിട്ടുണ്ടോ?
നല്ല രാഷ്ട്രീയ വേണു, മത്സരം ഞാൻ LDF നടത്തിയത് കൊണ്ട് അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ടോ? നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ? അല്ലല്ല, വേണു, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു തരംഗം ഉണ്ടല്ലോ. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ, കഴിഞ്ഞ പ്രാവശ്യം വ്യക്തിപരമായി ശശി തരൂരിനോടൊപ്പം നിന്നു. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്രാവശ്യം ബൾക്കായി കേരളത്തിൽ പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു കൃത്യതയുണ്ട്. പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള കള്ളക്കളി, അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പൊളിച്ചു കാണിക്കുവാൻ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവർ നിയമം കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള വത്സൻ പോലെ ചെന്നിട്ട് 18-ാം പടി കയറി പുസ്തകല്ല ഞങ്ങളുടെ സമരമാർഗം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങളെ ഭക്തരെ ബോധ്യപ്പെടുത്താൻ, അല്ല അക്രമികാരികളല്ല, അക്രമം നടത്താനല്ല, ഭക്തരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ അങ്ങോളം പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പത്തനംതിട്ട നടന്നയാളാ, ഞാൻ ഇവിടെ തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട പദയാത്രകൾ മുഹമ്മദ് റിയാസിന്റെ അവസരം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ, ജ്യോതി നിഷേധിക്കുമ്പോഴാകാം, ജ്യോതി അംഗീകരിക്കാതെ അങ്ങേക്ക് വിടുന്നു. കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ, തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അല്ലാതെ ശബരിമല വിഷയത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന വോട്ട് മറ്റിടങ്ങളിൽ ഭിന്നിക്കില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ച് BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യം അവർ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തള്ളിക്കളയുന്നില്ല. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ ഈ വികാരം അവർക്കനുകൂലമായി ഏകീകരിക്കപ്പെടും. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ, ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ VV രാജേഷ് ഈ പറയുന്ന അവകാശവാദങ്ങൾ നടത്തുന്നുണ്ടായിരുന്നല്ലോ. അവരാണ് സമരം നയിച്ചത്, അവരാണ് ജയിലിൽ കിടന്നത്. പക്ഷെ ഇതൊക്കെയാണ് മോദിയും അമിത്ഷായും എല്ലാം വന്ന് തീവ്രമായ വർഗീയ വിദ്വേഷ സ്വഭാവത്തിലുള്ള പരാമർശങ്ങളിലൂടെ ഇല്ലാതാക്കിയത്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചത് ഗുണകരമാകാനിടയുണ്ട് എന്ന് അവർ വിലയിരുത്തുന്നത്. പരമപ്രധാനമായി നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ചോദ്യം, ഒന്ന്, ബാക്കി ഈ രണ്ട് സ്ഥലങ്ങളിലല്ലാതെ ബാക്കി എല്ലായിടത്തേക്കും ഈ വിശ്വാസി സമൂഹം കോൺഗ്രസിന് പിന്നിൽ ഏകീകരിക്കപ്പെടുമോ? അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനമായിരുന്നു നിങ്ങൾ എടുക്കേണ്ടിയിരുന്ന സമീപനം എന്ന വിവേകം നിങ്ങളിൽ അത് ഉണ്ടാക്കുമോ, ശ്രീ മുഹമ്മദ് റിയാസ്? ഒന്ന്, ശ്രീ വേണു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്ന മുമ്പ് നേരത്തെ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അടിവരയിട്ട് ഒന്നുകൂടി പറയുക. 2004 BJP തുടർഭരണം, അയ്യോ BJP എന്ന് പറഞ്ഞ് ഇവിടെ ന്യൂനപക്ഷങ്ങളെയും മതനിരപേക്ഷ വോട്ടർമാരെയും ചാക്കിലാക്കാൻ UDF ശ്രമിച്ചു. ഒരു MP കോൺഗ്രസിന് കിട്ടിയില്ല. 2019 എത്തുമ്പോൾ CBI ഡയറി കുറിപ്പ് 1-ാം ഭാഗമാണ് 2004 CBI ഡയറി കുറിപ്പിൻ്റെ 2-ാം ഭാഗമാണ് 2019. അത് വേണമെങ്കിൽ എഴുതി വെച്ചു. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ 2004-2019 കേരളത്തിൽ ആവർത്തിക്കും. അതിനേക്കാൾ ഏറെ ഇടതുപക്ഷം മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ശ്രീ വേണു ചോദിച്ച ചോദ്യം, ശബരിമല വിഷയം ഇടതുപക്ഷത്തിന് ആകെ എതിരാകുമെന്ന് ആദ്യം നിങ്ങളങ്ങോട്ട് മുദ്ര കുത്തി പോകേണ്ടതില്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാടായാലും മറ്റ് വിഷയങ്ങളിൽ ഞങ്ങളെടുത്ത നിലപാടായാലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഓരോ സമീപനങ്ങളായാലും പ്രളയക്കെടുതി വിഷയത്തിലെ ഇടപെടലായാലും നിപ്പ ഇടപെടലായാലും ജനക്ഷേമ പ്രവർത്തനങ്ങളായാലും ഞങ്ങൾക്കൊരു പ്ലസ് വോട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് BJP വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇത് പറയുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രാജേഷ് ഞാൻ ചോദിച്ച അക്കമിട്ട് നിരത്തി ചോദിച്ച പ്രകടന പത്രികയിൽ ഓരോ കാര്യത്തിനും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാവ് പറഞ്ഞിരുന്നു, ശ്രീ ശ്രീധരൻപിള്ള, പ്രകടന പത്രികയെ പറഞ്ഞല്ല, അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പെട്രോൾ വില വർധനവും ഒന്നും രാജേഷ് പറയാത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. പിന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ, എല്ലാ തെരഞ്ഞെടുപ്പിലും രാമക്ഷേത്രമുണ്ട്. ആ 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം 96, 98, 99, 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ ഇവരെ എഴുതി വെച്ചല്ലോ പ്രകടന പത്രികയിൽ ശ്രീ വേണു രാമക്ഷേത്രം. 2 തവണ വരായിരുന്നല്ലോ അധികാരത്തിൽ, പണിതോ ഇല്ല. അപ്പോൾ BJP ഇങ്ങനെ തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. പക്ഷേ BJPയുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോരുന്ന തെരഞ്ഞെടുപ്പാണിത്. കാരണം BJPയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർ കള്ളപ്പണം ഇല്ലാതാവും, ബാങ്കിൽ അക്കൗണ്ടിൽ പണം വരും, തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണും, അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചു. അത് ഇല്ലെന്ന് മനസ്സിലായപ്പോൾ BJPക്കെതിരായി അവർ നിൽക്കുന്നു. രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. അപ്പൊ BJP പശ്ചിമ ബംഗാളിലെയും കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയിട്ട് പല നദികളും ഫില്ലായി കിടക്കുന്ന റിയാസ് പറയുമ്പോഴേക്കും ഇതൊക്കെ ഓർക്കേണ്ട റിയാസേ.
എന്തെങ്കിലും പിന്നെ പ്രളയത്തിൽ നിങ്ങൾക്ക് വോട്ടോ 450 പേരെ MM മണിയുടെ ധാർഷ്ട്യത്തിൽ തുറന്നുവിട്ട് കൊന്നിട്ട് അതിനനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. 483. ശബരിമലയിൽ കനകദുർഗയെയും ബിന്ദുവിനെയും മുൻനിർത്തി എന്തേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയില്ല? ഈ കനകദുർഗയും ബിന്ദുവുമാണ് സന്നിധാനത്ത് പോയിട്ട് LDFന്റെ നിലപാട് നടപ്പിലാക്കി. അതുകൊണ്ട് കനകദുർഗയെയും ബിന്ദുവിനെയും പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്തു. ധൈര്യം ഉണ്ടായിരുന്നോ? ഫ്രീസറിൽ അടച്ചിട്ടിരുന്നില്ലേ? ഫ്രീസറിൽ കനകദുർഗയും ബിന്ദുവിനെ നിങ്ങൾ പുറത്ത് കാണിച്ചോ? പോലീസ് സെക്യൂരിറ്റിയിൽ കണ്ണൂരിലെ വീട്ടിൽ പാർപ്പിച്ചിട്ട് പുറത്തിറങ്ങുന്ന ഡയറക്ഷൻ കൊടുത്തിരുന്നു. ജനങ്ങൾ ചർച്ച ചെയ്ത് മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത്. ഓടിച്ചിട്ടടിച്ചതും ഒളിച്ചു കയറ്റിയതും മറക്കില്ല. മഷിയിൽ വിരലിൽ നീലമഷി പടരുമ്പോഴേക്ക് നീലിമല മറക്കരുത്. ഇങ്ങനെയുള്ള വിശ്വാസ സമൂഹം ഉയർത്തിവിട്ട മുദ്രാവാക്യങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്തത്. കേരള സമൂഹം മൊത്തം പോളറൈസ്ഡ് ആയി ഓൺ എയർ പോകുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ എത്ര സീറ്റ് വരും? എന്റെ ലാൽകുമാറെ ഞാൻ പറഞ്ഞോട്ടെ, എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് അങ്ങേ പോലൊരു മാധ്യമപ്രവർത്തകർ ചോദിക്കാമോ? ഒരു രാഷ്ട്രീയ പ്രവർത്തനം വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് ചർച്ചയല്ലേ, ജനങ്ങൾ കാണുന്നില്ലേ? ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. അങ്ങ് ചോദിക്കുമ്പോൾ എത്ര ഉത്തരം പറയില്ലേ ഞാൻ. എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഗ്രൗണ്ടിൽ നിന്നും കിട്ടുന്ന പൾസ് അനുസരിച്ച് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സീറ്റുകളും വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റവും ഉണ്ട്. ഇത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത്ര എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിലപ്പുറം പറഞ്ഞില്ല എന്ന് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ജയിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ആ ചോദ്യം എന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന വികാരത്തെ വോട്ടാക്കി അത് വിജയ ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും ഒരു സെക്കൻഡ് സാഹചര്യം ഉണ്ടോ എന്നാണ് അതിന്റെ കാരണം. അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാകുന്നതിന്റെ കാരണം ഇവിടെ ഒരു വിശ്വാസി പക്ഷം എന്ന നിലയിലൊരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്, സമ്മതിക്കുന്നു. ആ വിഭാഗം നിങ്ങളെ കുറച്ച് പേർ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് UDFും നിങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം, അവർ UDF ഈ കാര്യത്തിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന അത്രയും സോളിഡായ ഒരു വോട്ട് ബാങ്ക് ഉള്ളവരാണ്. അവരിലേക്കാണ് ഈ പറയുന്ന വികാരം കൂടെയുള്ള ഒരു കൂട്ടർ എത്തുന്നത്. അപ്പോ അത് ഒരു സെക്കൻഡ്, അത് വിജയത്തിലേക്ക് ഉയർത്താൻ കഴിയും. ഒരു സെക്കൻഡ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഒരു സെക്കൻഡ് സാർ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വികാരത്തിന്റെ ഒരു പരിച്ഛേദം കിട്ടിയാലും ശരി, അത് സമ്മതിക്കാം, അത്രയും സമ്മതിക്കാം. പക്ഷേ അത് വിജയത്തിലേക്കുള്ളൊരു കുതിപ്പാക്കി മാറ്റാൻ കഴിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് 1.36 പത്തനംതിട്ടയിൽ MD രമേശ് നേടിയത്, 1.95 മറ്റോ ആണ്, 1.91 നിയമസഭയിലേക്ക്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഇതിന്റെ ഒരു ഇരട്ടിയും കൂടെ കിട്ടിയാൽ പോലും വിന്നബിലിറ്റിയിലേക്ക് പോകാൻ സുരേന്ദ്രന് കഴിയില്ല എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നിങ്ങളുടെ 2,03,000 വോട്ട് തൃശ്ശൂരുണ്ട് അസംബ്ലിയിൽ, 2,03,000 വോട്ട്. പിന്നെ വേണു, ഞങ്ങൾക്ക് ത്രിപുരയിൽ 2% എന്റെ ലാലം തടസ്സപ്പെടുത്തി വേണു. ഞാൻ പറഞ്ഞോട്ടെ, ത്രിപുരയിൽ 2% വോട്ടുണ്ടായിരുന്നു, ഭരിക്കുക. അരവിന്ദ് കെജ്രിവാളിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ? രാഷ്ട്രീയത്തിൽ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 100-150 വോട്ട് മാത്രം ഉണ്ടായിരുന്ന വാർഡുകളിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 1600-2000 വോട്ടുകൾക്ക് ഞങ്ങൾ പിടിച്ചിട്ട് LDFന്റെ 3 മേയർ കാൻഡിഡേറ്റുമാരെ ജയൻ ബാബു ഉൾപ്പെടെ 3 പേരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അട്ടിമറിച്ച് ഞങ്ങൾ മുന്നോട്ട് വന്നു. അതാണ് ചരിത്രം. ഈ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് കരുതുപകരുന്നത്. ഈ രാഷ്ട്രീയ ചരിത്രമാണ്. അതിനനുസരിച്ചുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, അതിനനുസരിച്ചുള്ള ഗ്രൗണ്ട് പൾസ് അത് വെച്ചുകൊണ്ടാണ് പറയൂ. റിയാസ് ചോദിച്ചോളൂ. അപ്പോൾ ഇവിടെ തൃശ്ശൂർ നിങ്ങളെ വോട്ട് കൂടിയ പറഞ്ഞല്ലോ. 2016 തൃശ്ശൂരിൽ നിങ്ങളെ വോട്ട് കൂടാൻ കാരണം UDFന്റെ 10% വോട്ട് കുറഞ്ഞു. അതെ. ത്രിപുരയിൽ നിങ്ങളുടെ വോട്ട് കൂടാൻ കാരണം ത്രിപുരയിൽ കോൺഗ്രസിന് 10-38% വോട്ട് ഉണ്ടായത്. 40% BJPയിലേക്ക് പോയി. കോൺഗ്രസ് 2%. BJPയിലേക്ക് പോയി. അതെ, കോൺഗ്രസിനെ BJP വിഴുങ്ങി ത്രിപുരയിൽ. നിങ്ങളുടെ പ്രതീക്ഷ ഇത്. ഞാൻ പോയിന്റിലേക്ക് കിടക്കുക. അപ്പോ ഇവിടെ ഈ രാജേഷ് ഇതൊക്കെ പറയുമ്പോൾ ഈ കോൺഗ്രസിന്റെ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എത്രയും കാലം പോകാൻ പറ്റുന്ന പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്
CPM-നെ ഇതുവരെ പിന്തുണച്ചു വന്ന പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ ഒന്നടങ്കം എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ റിയാസെ വിചാരിച്ചോണം കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ഇത്തവണ വോട്ട് BJP-യിലേക്ക് പോകുന്നത്, നിങ്ങളിൽ നിന്നും കൂടി ചോരുകയാണ്. നിങ്ങളിൽ ഘനീഭവിച്ചു നിന്ന ഈ ഹൈന്ദവ വിഭാഗങ്ങളുണ്ടല്ലോ, അവർ നിങ്ങളോട് ഉരസുന്നതിന്റെ ശബ്ദം ഇനിയും നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. 1.6 കോടി സ്ത്രീകൾ വോട്ടർമാരായിട്ടുണ്ട്. വലിയ നിരയാണ് ഇവിടെ രാത്രിയോളം നീളുമ്പോഴും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീ റോയി പറയുന്നത് പോലെ ആർക്കോ എതിരെ ആ വികാരമാണ് അവരെ നയിക്കുന്നത്. ശ്രീ റിയാസ്, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ വേണു. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ, ഇവിടെ ചില സന്യാസിമാരുൾപ്പെടെ 18 സീറ്റിൽ RSSും സംഘപരിവാറും UDF-ന് വോട്ട് ചെയ്യണം, 2 സീറ്റിൽ BJP-ക്ക് വോട്ട് ചെയ്യണം എന്നുള്ള വാദം പറഞ്ഞില്ല. ആ വാദമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ പല സീറ്റുകളിലും BJP-ക്ക് ഔട്ട് ബൂത്ത് ഇല്ല. UDF-നോടൊപ്പം ഭക്ഷണപ്പൊതി കഴിച്ചത് ഇന്നലെ ഫീൽഡിൽ ഇറങ്ങിയവർക്കറിയാം. അപ്പൊ എന്റെ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഞാനിവിടെ പറയുന്നു BJP-ലെയും കോൺഗ്രസിലെയും ഈ വോട്ട് കച്ചവടത്തിനെതിരെ നിൽക്കുന്ന ഞാനൊന്ന് പറഞ്ഞു. ശരി റിയാസ് പൂർത്തിയാക്കൂ. ഈ ചർച്ചയിൽ ഈ ഏങ്കറാരാ? റിയാസിന്റെ ചോദ്യം പൂർത്തിയായിട്ടില്ല. റിയാസ് പറയൂ. അല്ല ചോദ്യം ഇങ്ങനെ ഇത്രയും നീണ്ട ചോദിച്ചാൽ എങ്ങനെ? അതെ, ഒന്ന് അവസരം തരണ്ട. ഒരു എസ്സേ പോലെയാണ് ചോദ്യം. അതെ, ചോദിക്കട്ടെ. ഈ ചർച്ച തുടങ്ങിയത് മുതൽ ഈ കോൺഗ്രസിന്റെ ഈ വക്താവ് എല്ലാ ചർച്ചയിലും ഇങ്ങനെയാണ്. അങ്ങനെ വേണു മാറി ആളെ ഇരുത്തണം. മര്യാദയ്ക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ ഔദാര്യത്തിലെല്ലാം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ എങ്ങനെ സംസാരിക്കണം ഞാനാ തീരുമാനിക്കുന്നത്. റിയാസെ ജ്യോതി, ദയവ് ചെയ്ത് റിയാസ് നഷ്ടപ്പെടുത്താതെ കാര്യത്തിലേക്ക് വരൂ. നിങ്ങൾ പിന്തുണയ്ക്കേണ്ടതാണ് ചോദ്യം. ഇങ്ങനെയൊന്നും പറയരുത്. ഒരു സെക്കൻഡ് റിയാസ് കാര്യത്തിലേക്ക് വരും. വല്ലാതെ സമയം പോകുന്നു. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സമയം ദുർവ്യയം ചെയ്യുന്നതിന് മാപ്പില്ല. ഇടവേള.